ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 855 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത യെശയ്യാ പ്രവചനം 53 അധ്യായം 5 തിരുവചനം. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ബ്രസീലിലെ റിയോ ഡി ജനീറോയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ക്രൈസ്റ്റ് ദ റിഡീമർ പ്രതിമയുണ്ട്. യേശുവിൻ്റെ ഈ പ്രതിമ 2020 ഈസ്റ്റർ ദിനത്തിൽ ഒരു വൈദ്യന്റെ വസ്ത്രം ധരിച്ച നിലയിൽ ദീപാലങ്കൃതമായിട്ട് സജ്ജീകരിച്ചു. കൊറോണ വൈറസ് മഹാമാരിക്കെതിരെ പോരാടുന്ന ആരോഗ്യരംഗത്തുള്ളവർക്ക് ആദരം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ചെയ്തത്. പ്രിയമുള്ളവരെ, മഹാവൈദ്യനായ യേശു തമ്പുരാൻ രോഗികളെ സൗഖ്യമാക്കുന്നത്, കുഷ്ഠരോഗിയെയും കാഴ്ചയില്ലാത്തവനെയും കൂനിയെയും ഒക്കെ സൗഖ്യമാക്കുന്നത് വലിയ നോമ്പിലെ ഈ ഞായറാഴ്ചകളിലൂടെയൊക്കെ നമ്മൾ വായിച്ചു കേട്ടും പ്രസംഗിച്ചു കേട്ടുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയതായ ഒരു സൗഖ്യമെന്ന് പറയുന്നത് യേശുദമ്പുരാൻ കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നിട്ട് പുനരുദ്ധാനം ചെയ്തപ്പോൾ ലഭിച്ച ആ പാപങ്ങളിൽ നിന്നുള്ള സൗഖ്യമാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പാപങ്ങളുടെ ഫലമായിട്ടുണ്ടായ ദൈവത്തിൽ നിന്നുള്ള വേർപാടിന് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നാണോ ജീവിക്കുന്നത്? എങ്കിൽ ക്രിസ്തു എന്ന മഹാവൈദ്യന്റെ അടുക്കലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.